നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. മാന്നാറിൽ യുവതിയെ കാണാതായ സംഭവം, മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. മാന്നാറിൽ യുവതിയെ കാണാതായ സംഭവത്തിൽ സെപ്റ്റി ടാങ്ക് കുഴിച്ച് നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. മൃതദേഹാവശിഷ്ടം പരിശോധനയ്ക്ക് അയക്കും. കലയുടേത് തന്നെയെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. 15 വർഷം മുൻപാണ് കലയെ കാണാതായിരുന്നത്. കലയെ മറവു ചെയ്തത് എന്ന് കരുതുന്ന ഇരുമത്തൂരിലെ വീട്ടിലെ സെപ്റ്റി ടാങ്കിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വൈസ് ചാൻസലർമാർ ഇനി മുതൽ കുലഗുരു എന്നറിയപ്പെടും. പേരുമാറ്റത്തിന് മധ്യപ്രദേശിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാർ ഇനി മുതൽ കുലഗുരു എന്നറിയപ്പെടും. മന്ത്രിസഭാ യോഗത്തിലാണ് പേരുമാറ്റത്തിന് അംഗീകാരം നൽകിയത്. പേരുമാറ്റത്തിനുള്ള നിർദ്ദേശത്തിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഈ മാസം ഗുരുപൂർണിമ ആഘോഷിക്കുന്നതിനാൽ അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നുവെന്നും മധ്യപ്രദേശ് മുഖ്യമന്ത്രി വാർത്താ ഏജൻസിയോട് പറഞ്ഞു. പറഞ്ഞത് വാസ്തവം മാത്രം, സത്യത്തെ ഇല്ലാതാക്കാനാവില്ല. പരാമർശത്തിലുറച്ച് രാഹുൽ ഗാന്ധി. ലോക്സഭയിലെ പ്രസംഗത്തിലെ പരാമർശത്തിലുറച്ച് രാഹുൽ ഗാന്ധി. പറഞ്ഞത് വാസ്തവം മാത്രമാണെന്നും സത്യത്തെ ഇല്ലാതാക്കാനാവില്ലെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. മോദിയുടെ ലോകത്ത് സത്യം നീക്കം ചെയ്യാൻ കഴിയുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുലിന്റെ പരാമർശത്തിനെതിരെ പ്രധാനമന്ത്രി ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. ഫിസിക്കൽ കെമിസ്ട്രി പേപ്പറിന്റെ ചോദ്യങ്ങൾ മാറി. കണ്ണൂർ സർവകലാശാലയിൽ ഇന്ന് നടക്കാനിരുന്ന പരീക്ഷ മാറ്റി. ചോദ്യങ്ങൾ മാറിയതിനെ തുടർന്ന് കണ്ണൂർ സർവകലാശാലയിൽ ഇന്ന് നടക്കാനിരുന്ന പരീക്ഷ മാറ്റി. ഇന്ന് നടക്കേണ്ടിയിരുന്ന 2ാം സെമസ്റ്റർ MSc കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് വീഴ്ച സംഭവിച്ചത്. ഫിസിക്കൽ കെമിസ്ട്രി പേപ്പറിന്റെ ചോദ്യത്തിന് പകരം മറ്റൊരു വിഷയത്തിലെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കായി എത്തിച്ചത്. സംഭവത്തെ തുടർന്ന് പരീക്ഷ മാറ്റിവെക്കുകയായിരുന്നു. അതേസമയം സംഭവത്തിൽ പ്രതികരണവുമായി വൈസ് ചാൻസലർ രംഗത്തെത്തി. ചോദ്യപേപ്പർ ഉള്ളടക്കം മാറിയതിൽ അന്വേഷണം നടത്തുമെന്ന് വൈസ് ചാൻസലർ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. സഭയുടെ മര്യാദയ്ക്ക് ചേർന്നതല്ലെന്ന് സ്പീക്കർ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചത്. മണിപ്പൂരിൽ നിന്നുള്ള അംഗങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദം നൽകിയില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം. പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യപ്രകാരം പ്രതിപക്ഷ അംഗങ്ങൾ പാർലമെന്റിന്റെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. മോദിയുടെ പ്രസംഗം 1 മണിക്കൂർ പിന്നിട്ടിട്ടും പ്രതിപക്ഷ ബഹളം തുടർന്നു. UPയിലെ ഹത്രാസിൽ മതപരമായ ചടങ്ങിനിടെ തിക്കിലും തിരക്കിലും പെട്ട് അപകടം. 3 കുട്ടികൾ ഉൾപ്പെടെ 27 പേർ മരിച്ചു. ചൊവ്വാഴ്ച ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതപരമായ സമ്മേളനത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 3 കുട്ടികളടക്കം 27 പേർ മരിച്ചു. ഇതുവരെ 27 മൃതദേഹങ്ങൾ ലഭിച്ചതായി ചീഫ് മെഡിക്കൽ ഓഫീസർ രാജ്കുമാർ അഗർവാൾ പറഞ്ഞു. മരണസംഖ്യ ഇനി ഉയർന്നേക്കാമെന്ന ആശങ്കയുണ്ട്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ത്വരിത നടപടികൾക്ക് നിർദ്ദേശം നൽകി. ഇത് തോറ്റ സർക്കാർ, അധികകാലം ഓടില്ല, പരിഹാസവുമായി അഖിലേഷ് യാദവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDA സീറ്റുകളുടെ എണ്ണം കുറഞ്ഞതിൽ പരിഹസിച്ച് സമാജ്വാദി പാർട്ടി MPയും അധ്യക്ഷനുമായ അഖിലേഷ് യാദവ്. ഇതാദ്യമായി ഒരു തോൽവി സർക്കാർ വന്നതായി തോന്നുന്നു. ഈ സർക്കാർ ഓടില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ സഖ്യത്തിന്റെ ധാർമ്മിക വിജയമായിരുന്നു ഇത് എന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ MR സജേഷ് അന്തരിച്ചു.
മാധ്യമപ്രവർത്തകൻ MR സജീഷ് അന്തരിച്ചു. ഇന്ത്യ വിഷൻ, കൈരളി TV, ETV, ഭാരത് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കളിയിക്കാവിള കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും അമ്പിളി. മറ്റു പ്രതികൾ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. കളിയിക്കാവിളയിലെ കോറി ഉടമയുടെ കൊലപാതകം ആസൂത്രണം ചെയ്തതും നടപ്പിലാക്കിയതും അമ്പിളി എന്ന സജികുമാർ തന്നെയെന്ന് ഉറപ്പിച്ച് പോലീസ്. കേസിലെ മറ്റു പ്രതികൾ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു. പണത്തിന് വേണ്ടിയുള്ള കൊലപാതകമെന്നാണ് കണ്ടെത്തൽ. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.